കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഒരു പരാമർശം നടത്തിയത്. 11 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ മതപരിവർത്തന നിരോധന നിയമമുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നിയമം പിൻവലിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉന്നയിച്ചിരുന്നത്. അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി രംഗത്തെത്തിയിരിക്കുകയാണ്. ബിഷപ്പ് പാംബ്ലാനി ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കണം, ഇതാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം. പരിവർത്തന നിരോധന നിയമം പിൻവലിക്കണം എന്നുള്ള ആവശ്യം അതൊരിക്കലും അംഗീകരിക്കപ്പെടാവുന്നതല്ല. അത് മാത്രമല്ല, കേരളത്തിലും അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത്. ഇപ്പോൾ ശ്രീ ആർ വി ബാബു, ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി, ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, പക്ഷേ ഈ വിഷയത്തിൽ BJP പോലും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. ബിഷപ്പുമാരെ സ്വാന്തനിപ്പിക്കാൻ വേണ്ടി അരമനകളിലേക്ക് പോവുകയാണ് BJPയുടെ നേതാക്കൾ. അതാണല്ലോ ഇപ്പോൾ തൃശ്ശൂരിൽ ഇന്ന് കണ്ടത്. അതിരൂപത ആസ്ഥാനത്തെത്തി BJP സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ട് ആർച്ച് ബിഷപ്പിനെ കണ്ടതും അതിനുശേഷം പ്രതികരണം നടത്തിയതും കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന്. അതേസമയത്താണ് നിങ്ങൾ പറയുന്നത് കേരളത്തിലും മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കണമെന്ന്. പാംബ്ലാനിയുടെ വാക്കുകളെ നിങ്ങൾ തള്ളിക്കളയുകയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന്. BJPയുടെ നിലപാട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രശ്നമാക്കുന്നില്ല. BJPയുടെ നിലപാട് പറയുന്നു. ഹിന്ദു ഐക്യവേദിയുടെ നിലപാടുണ്ട് ഈ വിഷയത്തിൽ. കാരണം മതപരിവർത്തനം, മതഭീകരവാദം ഇത്തരം വിഷയങ്ങളിൽ BJPയുടെ നിലപാടുണ്ടാവും, ഹിന്ദു ഐക്യവേദിയുടെ നിലപാടുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാക്കി പറഞ്ഞു. ഇന്ത്യയിലൊട്ടാകെ ഇത്തരത്തില് 11ഓളം സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇന്ന് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ദീപക് ബിജു അദ്ദേഹം ഒരു കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഈ ഛത്തീസ്ഗഡിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത് ശരിയായ നിലപാടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്തരം സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം വ്യാപകമായി നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ആ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഈ നിയമങ്ങൾ കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരുകളാണ്, പിന്നീട് അത് BJP സർക്കാരുകളും ഏറ്റുപിടിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇത് കോൺഗ്രസ് സർക്കാർ തന്നെ കൊണ്ടുവന്നതാണ് 1967 ഛത്തീസ്ഗഡിൽ. പക്ഷെ അതിനെ ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ കന്യാസ്ത്രീകളെ ഈ ബജ്രംഗദൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് പിടിച്ചകത്തിട്ടിരിക്കുകയാണ്. അതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അവർ മതപരിവർത്തനത്തിന് വന്നതാണ് എന്നതിന്റെ തെളിവുകളില്ലാതെ വെറുതെ അവരെ പിടിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അമിത്ഷാ തന്നെ പറയുന്നത് ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കുകയില്ല ജാമ്യാപേക്ഷയെ എന്ന്. അങ്ങനെ വരുമ്പോൾ വെറുതെ 7 ദിവസമായി ആ കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് അവിടെ മതപരിവർത്തന നിരോധന നിയമത്തെ എതിർക്കാൻ പറ്റുകയില്ല. കാരണം അവർ തന്നെയാണ് അത് നടപ്പിലാക്കിയതും അത് വേണമെന്ന് തന്നെ അവർ പറയുന്നുമുണ്ട്, അത് അത്യാവശ്യമാണെന്ന്. പക്ഷേ ഈ വിഷയം അതല്ല. അതിന്റെ പേരിൽ കന്യാസ്ത്രീകളെയും പൗരോഹിത്യ വേഷമണിയുന്നവരെയും ജയിലിൽ ഇടുകയാണ് സംഘപരിവാർ സംഘടനകൾ. അതാണ് സംഭവിച്ചത്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. മഞ്ജുഷേ, ഇപ്പോ നിലവിൽ ഈ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നത് 2 വകുപ്പുകൾ അനുസരിച്ചിട്ടാണ്. ഒന്ന് മതപരിവർത്തന നിരോധനത്തിന്റെ വകുപ്പ്, രണ്ടാമത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ വകുപ്പ്. 2013 ആ വകുപ്പാണ് ഇതിനകത്ത് NIAയുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. 2013 ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ആ നിയമമാണ് NIAയുടെ പരിധിയിലേക്ക് ഈ കേസിനെ കൊണ്ടുവന്നിട്ടെന്നുള്ളത് യാഥാർത്ഥ്യം നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? പക്ഷെ അവിടെ മൊഴിയും വെളിയിൽ വന്നത് കേട്ടില്ല. പെൺകുട്ടികൾ പറയുന്നത് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം. അത് മാത്രമല്ല അവരുടെ ബന്ധുക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കുറച്ച് ബജ്രംഗദൾ പ്രവർത്തകർ അവിടെ വന്നപ്പോൾ അവരൊച്ചയെടുത്തത് കൊണ്ട് അവരെ പിണക്കാൻ കഴിയില്ല, പിണക്കിയാൽ ബുദ്ധിമുട്ടുണ്ടാകും പോലീസിന്. അതുകൊണ്ട് മാത്രം എടുത്തൊരു കേസ് എന്ന രീതിയിലാണ് ശ്രീ ആർ വി ബാബു ആ രീതിയിലേക്ക് പോകുന്നു എന്നതിന് ഒരു ഉദാഹരണം കൂടിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പറയുകയാണത്, അങ്ങനെ ഒരു ഉറപ്പ് തന്നിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ത് ഉറപ്പ് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരും ആകട്ടെ, ഈ വിഷയത്തിന്റെ മെറിറ്റാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ബജ്രംഗദളിന്റെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് കേസെടുത്തത് എന്നുള്ളതൊക്കെ കോടതിയിൽ പറയട്ടെ, കോടതിയിൽ തെളിയട്ടെ. ഞാൻ പറയുന്നത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ആ നിയമം നിങ്ങൾ കാണാതെ പോകുന്നത്? ഇപ്പോൾ ഇവിടെ പറഞ്ഞു അവരുടെ ഇഷ്ടപ്രകാരം പോയതാണെന്ന്. ആ നിയമം അങ്ങനെയല്ലെന്ന്. അവരുടെ ഇഷ്ടപ്രകാരം അവർ സ്വന്തം നിലയ്ക്ക് പോയി എന്നുള്ളത് നിയമാനുസൃതം തെറ്റാണ്. അവിടെ അങ്ങനെ ജോലിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ കൃത്യമായ മാർഗരേഖകളുണ്ട്. ആ മാർഗരേഖ പാലിക്കാത്തതിനാലാണ് ആ വകുപ്പ് ഇവിടെ നമുക്കില്ല. അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു വകുപ്പില്ല, നിയമമില്ല. പക്ഷെ ഛത്തീസ്ഗഡിൽ ഉണ്ടെന്ന് നിങ്ങൾ എന്തിനാണ് അത് കാണാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ആ കാര്യം മൂടി വെക്കുന്നത്?
ആ കാര്യമാണ് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം. മതം മാറ്റം രണ്ടാമത്തെ കാര്യമായിട്ടാണ്. ശരി, അത് നമുക്ക് മതം മാറ്റത്തിലേക്ക് തന്നെ വരാം. നിങ്ങളിപ്പോൾ പറയുന്ന പാംപ്ലാനിക്കെതിരെ അതിരൂക്ഷമായിട്ടാണല്ലോ. താങ്കൾ തന്നെയാണ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ബിഷപ്പ് പാംപ്ലാനി ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കണം, 11 സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന മതപരിവർത്തന നിയമം പിൻവലിക്കണമെന്ന പാംപ്ലാനിയുടെ ആവശ്യം അതിമോഹം മാത്രമാണ്. ക്രൈസ്തവ സഭകൾ ഈ നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് രാജ്യത്ത് പാവപ്പെട്ട ഹിന്ദുക്കളെ യഥേഷ്ടം മതം മാറ്റാനുള്ള ഉദ്ദേശ്യത്തോടു കൂടിയാണ്. ഇതാണല്ലോ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. അപ്പോൾ ഖർവാപ്പസി നടക്കുന്നതിന് കുഴപ്പമില്ലേ? ഖർവാപ്പസി നടക്കുന്നത് എങ്ങനെയാണ്? മതം മാറ്റം നടക്കുമ്പോൾ തിരിച്ചു മതം മാറ്റുക എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണെന്നേ. അവർ മതം മാറ്റം നിർത്തട്ടെ. അല്ല, അത് മതം മാറിയവരെ തിരിച്ചു മതം മാറ്റിയതാണെന്ന് തെളിവുണ്ടോ അതിന്? ഈ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കൂ. അവർ സ്വമേധയാ മതം മാറിയതാണോ, നിർബന്ധിച്ച് മതം മാറ്റിയതാണോ, അവർ പഴയ ആൾക്കാര് അവരുടെ മൂലധർമ്മം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കൂ. അങ്ങനെ അല്ലാത്തൊരു കേസ് നിങ്ങൾ വ്യക്തമാക്കൂ. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ ഛത്തീസ്ഗഡിൽ വന്ന പെൺകുട്ടികളും അവരുടെ ബന്ധുക്കളും പറയുന്നുണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന്. അല്ല, അങ്ങനെ അവർ ക്രിസ്ത്യാനികളാണ് എന്ന് അവർ പറഞ്ഞോട്ടെ. ഛത്തീസ്ഗഡിലെ ഒരു നിയമമുണ്ട് മതം മാറാനായിട്ട്. അതിന് പ്രൊസീജിയർ ഉണ്ട്. മതം മാറുന്നതിന് മുമ്പ് എടുക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുക്കുക, അങ്ങനെയുള്ള ആ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഈ മതമാറ്റത്തിൽ? ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഫാദർ ഫിലിപ്പ് കബീലുണ്ട്. അതിനു മുൻപ് NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് കന്യാസ്ത്രീകൾ. അതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്. ഫാദർ ഫിലിപ്പ് കബീൽ കൂടി ചേരുന്നുണ്ട്. ഫാദർ ഫിലിപ്പ് കബീൽ, മാർ ജോസഫ് പാംപ്ലാനി ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കണം, ഇതാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? മതപരിവർത്തന നിയമം ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും 11 സംസ്ഥാനങ്ങളിലാണല്ലോ ഉള്ളത്, പിൻവലിക്കണം, അത് റദ്ദ് ചെയ്യണം എന്നാണല്ലോ നിങ്ങളുടെ ആവശ്യം. ഇതിനിടയ്ക്ക് ഈ ആവശ്യം കൊണ്ടുവരുന്നത് എന്തിനാണ്? അദ്ദേഹത്തോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, വെള്ളം അങ്ങ് വാങ്ങി വെച്ചില്ലെങ്കിൽ ഈ വെള്ളമെല്ലാം ആവിയായി പോകുമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഭീഷണിയുടെ സ്വരമൊന്നുമല്ല. ഇത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഭരണഘടനയാണ് പ്രധാനം, അല്ലാതെ മതാധിപത്യമല്ല. ഭൂരിപക്ഷത്തിന് തോന്നുന്ന പോലെ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ? ഇവിടെ കോടതികളും ഒക്കെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ആ ഭീഷണിയുടെ സ്വരം അങ്ങോട്ടും വാങ്ങി വെച്ചാൽ മതി. അങ്ങനെ ആവിയാക്കി കളയാമെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്നവരാണ്. ഇവര് ഈ പറയുന്നവര് നിർബന്ധിത മതപരിവർത്തനത്തിന് ഞങ്ങളും എതിരാണ്. അതിനുവേണ്ടി ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഒരാൾ സ്വതന്ത്ര മനസ്സോടെ ഞാൻ ചോദിക്കട്ടെ, എത്രയോ ക്രിസ്ത്യാനികള് ഹിന്ദുക്കളായി മാറിയിട്ടുണ്ട് ഇവിടെയും വിദേശത്തും. അതിനെതിരെ ഞങ്ങളാരും പറയുന്നില്ലല്ലോ. ഒരു മനുഷ്യൻ അവന്റെ ബോധ്യം അനുസരിച്ച് ഏത് മതത്തിലും വിശ്വസിക്കാം. അത് ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ആ മതത്തിലെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാം, അത് പ്രചരിപ്പിക്കാം. അല്ലെങ്കിൽ ഈ 25-ാം ആർട്ടിക്കിളിന് എന്താണ് അർത്ഥമെന്ന് ഇദ്ദേഹം പറഞ്ഞു തരട്ടെ. ഇത് ഹൈന്ദവ സംസ്കാരം ഹിന്ദു ഐക്യവേദി പറയുന്നത് പ്രചരിപ്പിക്കാനാണ് ആർട്ടിക്കിൾ അനുവദിച്ചിരിക്കുന്നത്. ഭരണഘടന അനുവദിച്ചിരിക്കുന്നത് മതം മാറ്റാനല്ല. മതം മാറ്റുന്ന നിർബന്ധിത മതം മാറ്റലിന് ഞങ്ങൾ അനുകൂലമല്ല. ആരാ പറഞ്ഞത് അങ്ങനെ മതം മാറ്റാന്? ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. ഇപ്പൊ അദ്ദേഹത്തിന്റെ മതത്തിൽ എനിക്ക് വിശ്വാസം തോന്നിയാൽ അത് എനിക്ക് സ്വതന്ത്രമായിട്ട് മാറാം. പിന്നെ ഇതൊരു മറ്റുള്ളവരെ കൊടുക്കാനുള്ള ഒരു കെണിയാക്കി വെക്കുന്നതൊക്കെ മനസ്സിലാകാത്ത മനുഷ്യരല്ല ഇവിടെ ഉള്ളത്. അതൊന്നും പറഞ്ഞ് നിങ്ങൾ വെറുതെ ഭീഷണിപ്പെടുത്തണ്ട. ആത്യന്തികമായിട്ട് സത്യമേ വിജയിക്കുള്ളൂ. അവർക്ക് ഞങ്ങളെ കൊല്ലാം, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാം, ഉന്മൂലനം ചെയ്യാം. പക്ഷേ സത്യം സനാതനമാണ്, അതിവിടെ വിജയിക്കുക തന്നെ ചെയ്യും. ഇവരുടെ ഈ മതപരിവർത്തന നിയമം എന്ന് പറയുന്നത് നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിന് വേണ്ടിയുള്ളതാണല്ലോ. അതിനാണല്ലോ എല്ലാവരും എതിരെ. അപ്പോൾ ഈ 11 സംസ്ഥാനങ്ങളിൽ ആ നിയമമേ വേണ്ട എന്ന് കത്തോലിക്ക സഭ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതെ, നിർബന്ധിത മതപരിവർത്തനത്തിന് ഞങ്ങളും അനുകൂലിക്കുന്നില്ല. നിർബന്ധിത ആരെയും കെണിയിൽപ്പെടുത്തിയോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ ഒന്നും മതപരിവർത്തനം നടത്തുന്ന കാര്യമില്ല. എന്തിനാണ് ഈ മതം നമ്മൾ ജീവിക്കുന്നത്? ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നത് എന്തിനാണ്? ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ് മതം ആത്യന്തികമായിട്ട്. മതം എന്ന് പറയുന്നത് വെറും ഒരു സംഘടനയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് മറ്റുള്ളവരെ വെറുക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട കുഷ്ഠരോഗികളെ ഈ പറഞ്ഞ സിസ്റ്റർമാർ ശുശ്രൂഷിക്കുന്നത്? അവിടെ ഇവർക്ക് വേണ്ടാത്ത ആളുകളെയാണ് ഇവർ ശുശ്രൂഷിക്കുന്നത്. അവരുടെ കുടുംബത്തിൽ നിന്ന് അവര് പുറത്ത് ഭ്രഷ്ട് കൽപ്പിച്ച് അകറ്റി നിർത്തുന്ന ആളുകളെ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവർ ഒരിക്കലും കൊണ്ടുവരാതെ അടിമ പണിയെടുപ്പിക്കുന്ന ആളുകളെ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ആതുര സേവനം കൊടുത്ത് അവർ ശുശ്രൂഷിക്കുന്നതിന്റെ കാര്യം എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ്? ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ദൈവം ഒരിക്കലും ഒരാളെയും കൊല്ലാനല്ല പറയുന്നത്, സ്നേഹിക്കാനാണ് പറയുന്നത്. ശരി, പക്ഷേ ആർ.വി. ബാബു ഈ വെള്ളമൊന്ന് വാങ്ങി വെച്ചേക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഭീഷണിയുടെ സ്വരമാണല്ലോ. അത് കത്തോലിക്ക സഭയോട് വേണ്ടെന്നാണ് ഫാദർ ഫിലിപ്പ് കവീൽ, അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സത്യമേ ഈ ക്രൈസ്തവ സഭ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തി പ്രകടനങ്ങളൊക്കെ ആരെ ഭീഷണിപ്പെടുത്താനാണ്? ക്ലിമിസ് ബാവയും പാംപ്ലാനി ബിഷപ്പും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ ഭീഷണിയുടെ ഭാഷയല്ലേ? ആ ഭാഷയ്ക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ രാജ്യത്ത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഈ പിതാവിന് ഈ അച്ഛനതെ കുറിച്ച് അറിയില്ലേ? മഹാത്മാഗാന്ധിജി അടക്കമുള്ള ആളുകൾ ഈ മതപരിവർത്തന നിരോധനം നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? എന്തിന് നമ്മുടെ കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ മതപരിവർത്തന നിരോധനം കൊണ്ടുവരണം എന്ന് പ്രമേയം പോലും ആവശ്യപ്പെട്ടത്? ആ ചരിത്രം ഈ അച്ഛൻ അറിയാമോ? അല്ല, ആ മതപരിവർത്തന നിരോധന നിയമം കേരളത്തിലും വരണമെന്നാണല്ലോ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പറയുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ചല്ലല്ല, ഇപ്പോൾ ഖവാപത്തി എന്ന പേരിൽ ഈ തിരിച്ചു ഞങ്ങൾ ആക്കുന്നു, ഹിന്ദു മതത്തിലേക്ക് ആക്കുന്നു എന്ന് പറഞ്ഞുള്ള ആ രീതിയും പറ്റുകയില്ല. ജാതി വേർതിരിവുകൾ മാറ്റുക എന്നുള്ളതാണ്. അല്ല, ജാതി വേർതിരിവ് ഞങ്ങൾ മാറ്റിക്കൊള്ളാം. ആ ദളിത് നിങ്ങൾ ഒരു അധികൃതരെ നിങ്ങൾ അമ്പലങ്ങളിൽ ഇപ്പോഴും പ്രവേശിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ആ ദളിത് ക്രിസ്ത്യാനികളെ ഒരു അധികൃത ജാതിയിൽപ്പെട്ട പൂജാരിയായിട്ട് നിയമിക്കോ? നിങ്ങൾ ഒരു ബിഷപ്പാകാൻ സമ്മതിക്കോ? നിങ്ങൾ ദളിത് ക്രിസ്ത്യാനിയെ ഒരു അച്ഛനാക്കാൻ സമ്മതിക്കോ? നിങ്ങൾ ദളിത് ക്രിസ്ത്യാനിയെ എത്രയോ പേരുണ്ട്, എത്രയോ നിങ്ങൾക്ക് ഒരു ദളിത് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് ആയിട്ടുണ്ട്. ആരാണ്? ഒരാളുടെ പേര് പറയും. 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 ദളിത് ക്രിസ്ത്യാനിയായിട്ട് ഒരാള് ബിഷപ്പായ ടോപ്പോ എന്ന് പറയുന്ന കർദിനാല് ഉത്തരേന്ത്യയിലാണ്. അദ്ദേഹം ആളാണ്. വെറുതെ അസത്യം പറയാൻ പാടില്ല. കേരളത്തിൽ മതം മാറിയ, കേരളത്തിൽ പട്ടികജാതിക്കാരിൽ നിന്ന് മതം മാറിയ ഒരു ദളിത് ക്രിസ്ത്യാനിയെ, ആ ദളിത് ക്രിസ്ത്യാനിയെ പള്ളിയിൽ സെമിത്തേരി പോലും അടക്കം ചെയ്യുമായിരുന്നില്ലല്ലോ. പള്ളിയിൽ സെമിത്തേരി പോലും കയറ്റുമായിരുന്നില്ലല്ലോ. അവർക്ക് ജാതിയിൽപ്പെട്ടവരെ നിങ്ങൾ എത്ര മീറ്റർ അകലെയാണ് നിർത്തിയിരുന്നത്? ഇന്ന് നിങ്ങൾക്കെതിരെ മിഷണറിമാർ ശബ്ദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പാവങ്ങളുടെ പട്ടിണി വിട്ട് മതം വളർത്താൻ ശ്രമിച്ചാൽ അതിന് ഞങ്ങൾ അംഗീകരിച്ചു വരില്ല സാർ. മതം പട്ടിണി ഉപയോഗിച്ചുകൊണ്ട് വളർത്തേണ്ടതല്ല. നിർമ്മലയാണ് പറഞ്ഞത് ദാരിദ്ര്യം വരാനാണെന്നും, നിർമ്മലയാണ് പറഞ്ഞ ദാരിദ്ര്യം വരാനാണെന്നും, ആ ദാരിദ്ര്യത്തെ കാശാക്കി ക്രൈസ്തവ സഭയ്ക്ക് വിറ്റ് കാശാക്കി മതം മാറ്റാനുള്ള ഉപാധിയാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ചു തരാൻ സാധ്യമല്ല. ആവശ്യമില്ല. അല്ല, ഫണ്ടിന്റെ കാര്യങ്ങളിലേക്ക് പിന്നെ പോകാം. അല്ലല്ല, ശ്രീ ഫാദർ ഫിലിപ്പ് കവീൽ, ഇവിടെ പാംപ്ലാനി പിതാവും അതുപോലെ തന്നെ ക്ലിമിസ് ബാവയും ഒക്കെ അവർ ഈ തെരുവിൽ നടത്തുന്നതും ഇത്തരത്തിലുള്ള ഭീഷണി ആഹ്വാനമാണെന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. ഇത് നല്ലതല്ല, ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി നല്ലതല്ല. അദ്ദേഹം പറയുമായിരുന്നില്ല. കാരണം അനീതിക്കെതിരായിട്ടാണ് ഞങ്ങൾ പോരാടുന്നത്. ഇത് അവിടെ പോയി മതം മാറ്റം ആലോചിക്കണമെന്ന്. അവിടെ പോയി മതം മാറ്റുമ്പോ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന കന്യാസ്ത്രീകൾ, കേരളത്തിൽ നിന്ന് പോകുന്ന അച്ഛന്മാര് ഈ പറയുന്ന സ്ഥലങ്ങളിൽ പോയി മതം മാറ്റി അവിടുത്തെ പാവങ്ങളെ അവരുടെ ദാരിദ്ര്യം മുതലാക്കി, അവരുടെ പട്ടിണി മുതലാക്കി, അവരുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്ത് ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരികയാണ്. ക്രൈസ്തവ സഭയുടെ വലിയ കാര്യം പറഞ്ഞല്ലോ. ഗോവയിലെ മതം മാറ്റം എന്തായിരുന്നു? സെന്റ് സേവിയറിന്റെ കാലത്ത് സെന്റ് സേവിയറിന്റെ നേതൃത്വത്തിൽ ഗോവയിൽ നടത്തിയ കൂട്ടഹത്യ, ഇൻക്വിസിഷനെ കുറിച്ച് അറിയോ? ഇൻക്വിസിഷനെ കുറിച്ച് അറിയോ? ഗോവയിൽ നടത്തിയ കൂട്ട മതമാറ്റത്തെ കുറിച്ച്, ഗോവയിൽ നടത്തിയ കൂട്ട മതമാറ്റത്തെ കുറിച്ച് അറിയോ? ഗോവയിൽ നടത്തിയ കൂട്ട മതമാറ്റത്തെ കുറിച്ച് അറിയോ? നിങ്ങളൊരു കുഷ്ഠരോഗി ഏതെങ്കിലും നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ഒരു കുഷ്ഠരോഗിയെ പരിചരിക്കുന്നുണ്ടോ? കാണിച്ചതാ. നിങ്ങളെന്താ ധരിച്ചത്? നിങ്ങളുടെ കുത്തകയാണ് സേവനം. നിങ്ങളുടെ കുത്തകയല്ല സേവനം. നിങ്ങളുടെ കുത്തകയല്ല സേവനം. സേവനം നടത്തുന്നു, സേവാഭാരം നടത്തുന്നു, നൂറുകണക്കിന് അനാഥാലയങ്ങൾ നടത്തുന്നു, നൂറുകണക്കിന് ഹോസ്പിറ്റലുകൾ നടത്തുന്നു. ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണത്. അപ്പൊ അതുകൊണ്ട് സേവനങ്ങൾ നിങ്ങളുടെ കുത്തകയൊന്നുമല്ല, സേവനങ്ങൾ നിങ്ങളുടെ കുത്തകയല്ല. ഞാൻ ഒന്നിടപെട്ടോട്ടെ. ഫാദർ ഫിലിപ്പ് കവീൽ, മതപരിവർത്തന നിരോധന നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാകാത്ത രീതിയിൽ മതപരിവർത്തനം നടത്താം, അങ്ങനെ ഒരു രീതി വരണം എന്നുള്ള ഒരു ആഹ്വാനം കൂടി ആവുകയാണ് ഫാദർ ഫിലിപ്പ് കവീൽ. അതാണ് പ്രശ്നം. നിർബന്ധിത മതപരിവർത്തനമേ മതപരിവർത്തന നിരോധന നിയമം തടയുന്നുള്ളൂ. അത് നിങ്ങളും അംഗീകരിക്കുന്നതാണ്. പക്ഷേ എന്താണ്, അതിലേക്ക് വരാം. ഈ മതപരിവർത്തന നിയമം
പാടില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് എന്തുകൊണ്ടാണ് സഭ വരുന്നത്? നിർബന്ധിത മതപരിവർത്തനം തടയേണ്ടത് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇവർ അതിനെ ഒരു ഉപകരണമാക്കി മാറ്റി ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനും ഉന്മൂലനം ചെയ്യാനുമുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്നു. അതിലെ അനീതിയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. ആ അനീതി തുറന്നു കാണിക്കുമ്പോൾ ഇവർ എന്തിനാ ഭയപ്പെടുന്നത്? പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട് ഫാദർ ഫിലിപ്പ് കവീൽ, അത് അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഈ നിയമം ഇല്ലെങ്കിലും അച്ഛന്മാരും പള്ളിയിലെ ക്രിസ്ത്യാനികളും ഒക്കെ ഈ പറയുന്ന എന്തേ നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ഇടയിൽ സേവനം നടത്താൻ പറ്റാത്തത്? മുസ്ലിം സമൂഹത്തിനിടയിൽ പോകാത്തത്? നിങ്ങൾ ആരെടുത്ത് നിങ്ങൾ മുസ്ലിം ഏരിയയിൽ പോയ ഒരു ചരിത്രമുണ്ടോ? മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം നടത്തായിട്ടുണ്ടോ? നിങ്ങൾ ഈ മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കാലത്തോടെ വരുന്നോ? ഇവിടെ ഈ കന്യാസ്ത്രീകൾ ഒരു 3 മുസ്ലിം പെൺകുട്ടികൾ, ഞാൻ ചോദിക്കുന്നത് അച്ഛനൊന്നും മിണ്ടാതിരിക്കും, കവിയിലച്ഛനൊന്നും മിണ്ടാതിരിക്കും, ഞാൻ കവിയിലച്ഛൻ ഇതിന് മറുപടി പറയൂ. ഈ കന്യാസ്ത്രീകൾ കൊണ്ടുപോയത് 3 മുസ്ലിം പെൺകുട്ടികളെ ആയിരുന്നെങ്കിൽ ഈ കന്യാസ്ത്രീകൾ കയ്യും കാലും ഉണ്ടാവായിരുന്നോ? കയ്യും കാലും ഉണ്ടാവായിരുന്നോ? ആര് പറഞ്ഞു? അതൊക്കെ നിങ്ങളുടെ ചിന്താഗതിയല്ലേ? നിങ്ങൾ ആരുടെ കൂടെയാണ്? അവരെ ഒരുമിച്ച് നിർത്താൻ നിങ്ങൾക്ക് നോക്കണം. എന്നതാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരം വിഭജനത്തിന്റെ കാഴ്ചപ്പാടുകൾ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ സിസ്റ്റർ ജസ്മിക്കെതിരായിരുന്നില്ലേ? നിങ്ങൾ ലിസി കാപ്പറയ്ക്കെതിരായി. ശരി, ഞാൻ ഇടപെടുകയാണ്, അതിലേക്കൊന്നും പോകണ്ട. ഫാദർ ഫിലിപ്പ് കവീൽ, ഇവിടെ ഒരാവശ്യം കൂടി ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിലും ഈ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കണമെന്നാണ്. അതിന് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം കൂടി, അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ എന്താണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം? അതിനുള്ള പ്രതികരണം എങ്ങനെയാണ്? ഹിന്ദു ഐക്യവേദിയോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹബുദ്ധിയ നിങ്ങൾ എല്ലാ ഹിന്ദുക്കളെയും ചേർത്ത് നിർത്താൻ ആദ്യം പഠിക്കുക. ഈ അധികൃതരെയും പുറന്തള്ളപ്പെട്ടവരെയും നിങ്ങൾക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുമോ? കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകളെ നിങ്ങളെടുത്ത് ശുശ്രൂഷിക്കുമോ? വീടുകളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ആരും നോക്കാനില്ലാത്ത ആളുകളെ നിങ്ങൾ ശുശ്രൂഷിക്കുമോ? അതിലുള്ള ഒരു ഐക്യം ഉണ്ടാക്കാൻ നോക്കുക. മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യരെ ഐക്യത്തിൽ നിർത്താൻ നിങ്ങൾ ആദ്യം പഠിപ്പിക്കുക. ഈ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വിഭജനത്തിന്റെ തത്വശാസ്ത്രം നിങ്ങൾ ഉപേക്ഷിക്കുക. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ രാജ്യമല്ല. ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യ രാജ്യമാണ്. ഇതേ എല്ലാ മതങ്ങൾക്കും ഒരു തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. ദളിത് ക്രിസ്ത്യാനികളോടുള്ള അനീതി അവസാനിപ്പിക്കട്ടെ. ആ ദളിത് ക്രിസ്ത്യാനികളോട് ഒരു അനീതിയില്ല, നിങ്ങളാണത് കാണിക്കുന്നത്. അല്ല, ഞാൻ ഇടപെട്ടോട്ടെ ആവി ബാബു. അതുകൊണ്ടാണല്ലോ ദളിത് ക്രൈസ്തവരെ ഈ ഖർവാപ്പസിയുടെ പേരിൽ ദളിത് ക്രൈസ്തവരെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. അതാണല്ലോ ഇവിടെ നടക്കുന്നതും, ഖർവാപ്പസി എന്ന പേരിൽ. അതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ മഞ്ജുഷേ. ഇപ്പൊ ഇവിടെ ഇദ്ദേഹം ഒരുപാട് സേവനത്തിന്റെ കുത്തക പറഞ്ഞു. അദ്ദേഹത്തിന് എന്തറിയാം സേവനത്തെ കുറിച്ച്? ഇന്ത്യയിൽ നിങ്ങൾക്ക് എന്തറിയാം സേവനത്തെ കുറിച്ച്? നിങ്ങൾക്ക് എന്തറിയാം സേവനത്തെ കുറിച്ച്? കവിയിലച്ഛൻ ഞാൻ പറഞ്ഞോട്ടെ, ഇന്ത്യയില് സേവാഭാരതിയുടെ നേതൃത്വത്തില്, വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തില്, വിദ്യാഭാരതിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ എന്തെങ്കിലും അറിയാമോ? നിങ്ങൾ പറയൂ, നിങ്ങൾ നടത്തുന്ന കുഷ്ഠരോഗ ആശുപത്രികളുടെ ഒരു കണക്ക് പറയൂ. എത്ര കുഷ്ഠരോഗികളെ നിങ്ങൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്? കുഷ്ഠരോഗ ആശുപത്രി മാത്രമല്ല സർ, ഞങ്ങൾ പറയൂ. നിങ്ങൾ പറയുന്ന ഒരൊറ്റ ഉദാഹരണം പറയൂ. കോൺക്രീറ്റ് ആയിട്ട് സംസാരിക്കൂ. നിങ്ങൾ കുഷ്ഠരോഗികളെ സംരക്ഷിക്കുന്നതിന്റെ ഒരൊറ്റ കോൺക്രീറ്റ് ഉദാഹരണം പറയൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അങ്ങോട്ട്. അല്ലല്ലേ, കുഷ്ഠരോഗികളുടെ ആശുപത്രി മാത്രമാണോ പ്രശ്നം? നിങ്ങൾക്ക് അതൊരു പ്രശ്നമാണ്. കാരണം നിങ്ങൾ അകാരണമായി തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ 2 സിസ്റ്റർമാരെ, അവർ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റർമാരാണ് അവര്. മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് സേവനം മറയാക്കിയിട്ടുള്ളത് മതമാറ്റത്തിന് വേണ്ടിയാണ്. ഒരു മറയില്ല. ഞങ്ങൾ തുറന്നാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ നേരിട്ട് നോക്കൂ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. ഈ സിസ്റ്റർമാർ അവരെ ആരെ ഒളിച്ചും പാത്തും കൊണ്ടുവരുന്നില്ല, നേരിട്ട് ചെയ്തതാണ്. നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം ഇവിടത്തെ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക, അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവരുടെ ദാരിദ്ര്യം മുതലാക്കി. അതുകൊണ്ട് ആ സിസ്റ്റർ നിർമ്മല എന്താണ് മുതലാക്കുന്നത്? എന്താണ് ഈ മുതലാക്കുന്നത്? നിങ്ങൾ പറയുന്നതിന് എന്ന് പറഞ്ഞ സിസ്റ്റർ നിർമ്മലയാണ്. നിങ്ങളുടെ മിഷണറീസ് ഓഫ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, താങ്കളോട് ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. താങ്കൾക്ക് അതിന് ഉത്തരം പറയാൻ സാധിക്കുമോ? നിങ്ങൾ ഈ മതം മാറ്റുന്ന കാര്യമാണല്ലോ പറയുന്നത്. ഇന്ത്യയിലെ നിങ്ങൾ ഇതൊന്ന് കേട്ടെ, ഒരു സെക്കൻഡ് ഒന്ന് കേട്ടെ, ഒരു സെക്കൻഡ് കേട്ടിട്ട് ഇതിന് ഉത്തരം പറയൂ. നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ ഒന്ന് നിർത്തുക. ഇപ്പോൾ ഫാദർ ഒന്ന് പറയട്ടെ. ഫാദർ എന്തോ പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഫാദർ പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം നിങ്ങളോട്, ഒറ്റ ചോദ്യം. നിങ്ങൾ മതപരിവർത്തനത്തെ കുറിച്ചാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ? ഇന്ത്യയിലെ ഹൈന്ദവ ആശ്രമങ്ങളില് വിദേശത്തുള്ള ക്രിസ്ത്യാനികൾ വന്ന് മതം മാറുന്നതിനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ഇനി എനിക്കുള്ള സമയമാണ്. ഞാൻ സംസാരിക്കുക ഇടപെടാതിരിക്കും. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിദേശത്തടക്കം അമൃതാനന്ദമയിയുടെ ആശ്രമങ്ങൾ
സത്യസായിയുടെ പ്രവർത്തനങ്ങൾ, രവിശങ്കറിന്റെ പ്രവർത്തനങ്ങൾ, അതേപോലെ നിരവധി ആശ്രമങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്നൊന്നും ആരെയും ഈ പ്രലോഭിപ്പിച്ച് തന്നെയാണ് മാറ്റുന്നത്. ഞാൻ പറയട്ടെ, അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഗവൺമെന്റ് അടക്കം നിയമം കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് അതവിടെ നിൽക്കൂ. കോൺഗ്രസ് നിയമമല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യത്തെ മഹാത്മാഗാന്ധി പറഞ്ഞത് മതമാറ്റം ഈ സുവിശേഷവൽക്കരണം ആളെ പിടിക്കാനുള്ള ചൂണ്ടയാണെന്ന്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറഞ്ഞ ക്രിസ്ത്യാനികള് ഹിന്ദുക്കളാകുമ്പോൾ ഞങ്ങൾ ആരും അതിനെതിരെ നിന്നിട്ടില്ല. ഈ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളാകുമ്പോൾ ഞങ്ങൾ ആരും അതിനെതിരെ പ്രവർത്തിച്ചിട്ടില്ല. അവർക്കൊക്കെ അവരുടെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. ഒരാൾക്ക് തോന്നുവാണ് ഹൈന്ദവ മതമാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ ആൾക്ക് അതിൽ ചേരാം. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്തുകൊണ്ട് തിരിച്ചത് നടക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത്. അഭയോട് കാണിച്ചിട്ടില്ല. നിങ്ങൾ സിസ്റ്റർ അഭയൊന്നല്ല ഇവിടെ വിഷയം. നിങ്ങൾ പറയുന്നത് മതപരിവർത്തനത്തിന്റെ കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ വേറെ കാര്യത്തിലേക്ക് പോകാതെ നിങ്ങൾ വിഷയത്തിൽ നിൽക്കൂ. നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാത്തപ്പോൾ നിങ്ങൾ മറ്റു കാര്യങ്ങൾ എടുത്തുകൊണ്ട് വിഷയത്തിൽ മാറാൻ പാടില്ല. നിങ്ങൾ പ്രതിരോധത്തിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി. ഞങ്ങൾ പ്രതിരോധത്തിലൊന്നുമല്ല, നിങ്ങളാണ് സത്യത്തിൽ ഇപ്പൊ പ്രതിരോധത്തിലായിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഞങ്ങളുടെ അരമനകളിൽ വന്നത്. ഹിന്ദുക്കളിലെ ജാതി ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ പ്രതിരോധത്തിലായതുകൊണ്ട്. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഫാദർ ഫിലിപ്പ് കമീൽ ഒരു കാര്യം കൂടി പറഞ്ഞു. ശ്രീ ആർ വി ബാബു, ബി.ജെ.പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പോലും ഇപ്പോൾ അരമനകൾ കയറിയിറങ്ങി നടക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് അച്ഛാ, എന്തുകൊണ്ടാണ് ഈ 11 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം കൊണ്ടുവന്നത്? 11 സംസ്ഥാനങ്ങളെ മതപരിവർത്തനമല്ല ഇവിടെ വിഷയം. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയെ നമ്മൾ അംഗീകരിക്കണമോ വേണ്ടയോ? നിങ്ങൾ ഈ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രാജ്യദ്രോഹികളാണെന്ന് ഞാൻ പറയും. നിങ്ങൾ രാജ്യദ്രോഹികളാണ്. കാരണം നിങ്ങൾ ഈ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്തിലെ ഭരണഘടനയെ അംഗീകരിക്കാതെ ഇതൊരു മതരാഷ്ട്രമാക്കാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹികളാണ്. പക്ഷേ അച്ഛൻ ഒരു കാര്യം, നിർബന്ധിത മതപരിവർത്തനത്തെ ഭരണഘടന പ്രോത്സാഹിപ്പിക്കും, അതിന് അംഗീകാരം ഭരണഘടന നൽകുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ഒരു സംശയമുള്ളത്, മതപരിവർത്തന നിയമം ഇല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ എങ്ങനെ നടപടിയെടുക്കാൻ കഴിയും? നിർബന്ധിത മതപരിവർത്തനത്തിന് ആരാണ് അനുകൂലമുള്ളത്? ഞങ്ങൾ അനുകൂലികളല്ല. ഞങ്ങളിവിടെ നിർബന്ധിതമായിട്ട് മതപരിവർത്തനം ഇത്രയും വർഷം നടത്തിയിരുന്നെങ്കിൽ ഞങ്ങളുടെ എണ്ണ എത്രയോ അധികമാകുമായിരുന്നു. ഇവര് ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് ശരിയല്ല. അവർ രാജ്യദ്രോഹപരമായ നിലപാടുകളാണ് എടുക്കുന്നത്. കാരണം ഇന്ത്യ മഹാരാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയെ എല്ലാവരും ബഹുമാനിക്കണം. ഇന്ത്യയിലെ പൗരന്മാര് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ള എല്ലാ പൗരന്മാർക്കും തുല്യനീതിയാണ് ഇവിടെ ഉള്ളത്. അതിനെതിരെയാണ് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തത്. ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ നിയമവാഴ്ചക്കെതിരായിട്ട് ഒരു കൂട്ടം ബജറംഗ് ദളിന്റെ ഗുണ്ടകള് പെരുമാറിയപ്പോൾ, ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാരെ ആക്രോശത്തോടെ ആക്രമിച്ചപ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത്. അതിന് ഒരു ഭീഷണി എന്ന് പറയുന്നത്, ഞങ്ങൾ ആരാ ഭീഷണി മുടക്കിയത്? ഞങ്ങൾ സത്യത്തിനും നീതിക്കും വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ ഇറങ്ങുന്നവരല്ല. പക്ഷേ ഇത് മനുഷ്യര് കാണണം. ഇവിടെ ലോകം മുഴുവൻ ചർച്ച ചെയ്യാൻ തുടങ്ങി. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ലോക ക്രൈസ്തവ സഭയുടെ ചരിത്രം എന്താണ്? ലോക ക്രൈസ്തവ സഭയുടെ ചരിത്രം എന്താണ്? ക്രൈസ്തവ സഭയുടെ ചരിത്രം നിങ്ങളുടെ ചരിത്രം നോക്കിയാൽ മതി. ഏതാനും പതിറ്റാണ്ടുകൾക്ക് പിന്നിലോട്ട് പോയാൽ നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയില് നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കയറ്റുമായിരുന്നു. അവരുടെ എത്ര മീറ്റർ അകലെയായിരുന്നു നിങ്ങൾ നിന്നിരുന്നത്? അധികൃത വർഗത്തിൽപ്പെട്ട ഒരാളെ നിങ്ങളുടെ കുടുംബത്തിൽ കയറ്റുമായിരുന്നോ? അവരെ പോയി തൊട്ട് കഴിഞ്ഞാൽ തീണ്ടലുണ്ടെന്നല്ല നിങ്ങൾ പറഞ്ഞിരുന്നത്. ഇന്ന് നിങ്ങൾക്ക് ആ മനോഭാവം മതം മാറ്റിയ നിങ്ങള് മേലാളന്മാർക്ക് ബ്രാഹ്മണ്യത്തിന് താഴേക്കടയിലുള്ള ആളുകളെ ഒരു കാരണവശാലും സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രൂരമായ മതമാറ്റം നടത്തിയതിന്റെ ചരിത്രമാണ്. ക്രൂര മതമാറ്റത്തിന്റെ ചരിത്രമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇവിടെ ഈ പാവപ്പെട്ട മനുഷ്യരെ, മറ്റ് ജാതികളിൽപ്പെട്ട മനുഷ്യരെ എന്തുമാത്രം അകറ്റി നിർത്തി അവരുടെയൊക്കെ എത്രയോ ആളുകളുടെ ജീവൻ നിങ്ങൾ എടുത്തിട്ടുണ്ട്. എത്രയോ ആളുകളുടെ ജീവൻ നിങ്ങൾ എടുത്തു. നിങ്ങൾ എടുത്തതിന്റെ കാരണം ആദ്യം പറയൂ. നിങ്ങൾ ഇപ്പൊ പോലും ഈ പറയുന്ന സഹോദരന് പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളെ കയറ്റാൻ ഇപ്പോൾ പോലും നിങ്ങൾക്ക് മനസ്സുണ്ടോ? ചോദിച്ചു മനസ്സിലാക്കി. നിങ്ങള് വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഇടയിലുള്ള അകൽച്ചകള്, ഈ ജാതി വ്യവസ്ഥകള് ഒരു കാലത്ത് അവസാനിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം. അതിനെതിരെ ക്രൈസ്തവർ പറയുമ്പോൾ, എല്ലാവരും തുല്യരാണെന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് പൊള്ളിയിട്ട് കാര്യമില്ല. ഈ ബ്രാഹ്മണര് മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ മറ്റ് ജാതിയിലുള്ള ആളുകളുണ്ട്.
അവരെ ഒന്നും എല്ലാ കാലവും നിങ്ങൾക്ക് അടിമകളായിട്ട് വെക്കാൻ സാധിക്കില്ല. അത് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ സ്വന്തമായി ചിന്തിക്കാൻ സാധിക്കുമ്പോൾ ഉത്തരേന്ത്യയിലും മാറ്റം വരും. ഉത്തരേന്ത്യയിലും മാറ്റം വരുന്ന കാലം ഉണ്ടാവും. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞു. അവര് സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങി. ഇനി നിങ്ങളുടെ മേധാവിത്വം നടക്കില്ല. അവരുടെ ചെലവിൽ സുഖലോലുകളായി അരമനകളിൽ വാഴുന്ന സഭാ നേതൃത്വം അവര് അരമനകളിലും അങ്ങാടിയിലും ഞങ്ങൾ വാഴും. ഞങ്ങൾ വാഴുന്നത് പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതിൽ നിങ്ങൾ അത്രയും ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ നേതാക്കന്മാർ പിന്നെ ഏത് രാജകൊട്ടാരത്തിലാണ് വാഴുന്നത്? നിങ്ങളുടെ നേതാക്കന്മാർ ഏത് രാജകൊട്ടാരത്തിലാണ് വാഴുന്നത്? ഈ അരമന എന്നുള്ള വാക്ക് തന്നെ എവിടെ നിന്ന് വന്നതാണ്? നിങ്ങളുടെ സൃഷ്ടിയല്ലേ അത്? അരമന എന്ന് പറയുന്ന വാക്ക് എവിടുന്ന വന്നത് നിങ്ങൾ ആദ്യം പഠിക്കണം. അതായത് നിങ്ങളുടെ മേലാളന്മാർ ഉണ്ടാക്കിയ വാക്കാണ് അരമന. അത് മനസ്സിലായോ? നിങ്ങളുടെ ഐക്യത്തിന് തന്നെ വിഖ്യാതമായൊരു വാക്കാണത്. നിങ്ങളുടെ അരമനകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എവിടുന്നാണ് ഈ അരമന ഉണ്ടായത്? മതതീവ്രവാദികൾക്കൊപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോജിക്ക് വേണം. നിങ്ങൾ തന്നെയാണ് ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കിയത്. ഈ സമൂഹത്തില് സാഹോദര്യത്തിനെതിരായിട്ട് പ്രവർത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. അത് ഇന്നും നിങ്ങൾ തുടരുന്നു. നിങ്ങൾ എന്നൊക്കെ അനീതിപരമായി പ്രവർത്തിച്ചോ അതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കും, ഞങ്ങൾ ശബ്ദമുയർത്തും. അതിനെക്കുറിച്ച് നിങ്ങൾ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ശരി, ഒരു കാര്യം കൂടിയുണ്ട് ഫാദർ ഫിലിപ്പ് കമീൽ. ഒരു കാര്യം കൂടി ഇതിനിടെ സംഭവിക്കുന്നുണ്ട്. ഖർ വാപസി എന്ന പേരിൽ ഹിന്ദു മതത്തിൽ നിന്ന് മുൻപ് പരിവർത്തനം ചെയ്യപ്പെട്ട പോയ ആളുകളെ തിരികെ കൊണ്ടുവരുന്നുള്ള ശ്രമം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നുവല്ലോ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയത്. അതിനോട് കത്തോലിക്ക സഭയുടെ പ്രതികരണം കേട്ടില്ല ഇപ്പോൾ. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ മനസ്സ് സ്നേഹത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്താലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയല്ല. കാരണം പിന്നെ അവിടെ വെറുപ്പില്ല. ഈ പറയുന്ന സഹോദരനോട് പോലും ഞാൻ ഒരിക്കലും വെറുപ്പോടെ ഇടപെടുകയില്ല. കാരണം എന്താണ്? ഞാൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയാണ്. ഒരു കരണത്തടിക്കുന്നതിന് മറ്റേ കാരണം കൂടെ കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. നമ്മളെ ഗവനസ്ഥം ചെയ്യുന്നവരെ പോലും സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഫാദർ ഫിലിപ്പ് കമീൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇപ്പോൾ കൂടുതലും ദളിത് ക്രൈസ്തവരാണല്ലോ അങ്ങനെ വരുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം ഹിന്ദു മതത്തിലേക്ക് വരികയാണ്. അപ്പോൾ പിന്നെ ആ ഖർ വാപസിയെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ ഇല്ലയോ? ആയിക്കോട്ടെ എന്നാണോ? ഒരു സെക്കൻഡ് ബാബു, ഒരു സെക്കൻഡ് ഇതേക്കുറിച്ചുള്ള നിലപാട് കൂടി അച്ഛന്റെ ഭാഗത്ത് നിന്ന്. അച്ഛൻ ഈ ഖർ വാപസിയെ നിങ്ങൾ അങ്ങനെ എതിർക്കുന്നില്ല എന്നാണോ? നിങ്ങൾ സ്നേഹത്തിന്റെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിർബന്ധിച്ച് ആരെയും മാറ്റുന്നത് ശരിയല്ല. അത് സ്വതന്ത്ര മനസ്സായിട്ട് പറയുവാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, അതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണിത്. ഒരു മതത്തിൽ നിൽക്കണമോ പോകണമോ പുതിയ മതം സ്വീകരിക്കണമോ എന്നൊക്കെ ആളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഹിന്ദുക്കളുടെ ജാതി വ്യവസ്ഥയെ കുറിച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ല സഹോദര ഇവിടെ പ്രശ്നം. ഇവിടെ മനുഷ്യനാണ് പ്രശ്നം. ഒരു മനുഷ്യ വ്യക്തിക്ക് അവന്റെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളിങ്ങനെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ എല്ലാവരുടെയും കൂടെ ഉത്തരവാദിത്വം അങ്ങോട്ട് ഏറ്റെടുക്കാതെ. ഇവിടെ മനുഷ്യ വ്യക്തികളുണ്ട്. ഇവിടെ മനുഷ്യ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് കയ്യൂക്ക് കാണിക്കാം, നിങ്ങൾക്ക് മനുഷ്യരെ കൊല്ലാൻ സാധിക്കും, പക്ഷെ മനുഷ്യരുടെ ആശയം നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ മനസ്സിലെ വിഷലിപ്തമായ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ചിന്തകളേ ഉള്ളൂ. ആ തത്വശാസ്ത്രം എന്നൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടോ അന്നൊക്കെ നിങ്ങൾ പരാജയപ്പെടുകയുള്ളൂ. കാരണം അടിസ്ഥാനപരമായിട്ട് സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. സത്യത്തിനെതിരെ നിങ്ങൾക്ക് പോരാടാൻ സാധിക്കും, പക്ഷെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. അതിവിടെ വേണ്ട, അതിവിടെ ചെലവാവില്ല. ഈ രാജ്യം നിങ്ങൾ പറയുന്നത് ധാർഷ്ട്യം. ഇപ്പൊ പറയുന്നത് ധാർഷ്ട്യം. ഇത് ജനാധിപത്യമല്ല. മറ്റുള്ളവരുടെ അഭിപ്രായം പോലും കേൾക്കാൻ പാടില്ല. അതിവിടെ വേണ്ട എന്ന് പറയുന്നതാണ് ധാർഷ്ട്യം. ഇതാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. ആ അഭിപ്രായം നിങ്ങളുടെ ഈ ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകള് ഒരു പൊതുസമൂഹം, ഒരു വിദ്യാഭ്യാസമുള്ള സമൂഹം അംഗീകരിക്കുകയല്ല. നിങ്ങൾക്ക് കയ്യൂക്ക് കാണിക്കാം. നിങ്ങൾക്ക് കൂടുതൽ ആളുകളുള്ളിടത്ത് നിങ്ങളുടെ കയ്യൂക്ക് കാണിക്കാം. പക്ഷെ അത് ലോകം മുഴുവൻ അന്യായത്തെയും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അത് യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. നിങ്ങൾ ചോദ്യം ചെയ്തതിനെ ഞങ്ങൾക്കും ചോദ്യം ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ധാർമ്മികമായ നിലപാടുകളില്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം പരാജയപ്പെടുമെന്ന് കൂടെ നിങ്ങൾ തിരിച്ചറിയണം. സത്യം മാത്രമേ അവസാനം വിജയിക്കുകയുള്ളൂ. നിങ്ങളുടെ അധാർമികമായ വിഭജനത്തിന്റെ വെറുപ്പിന്റെ തത്വശാസ്ത്രം പരാജയപ്പെടുക തന്നെ ചെയ്യും. അല്ല, ഈ വിഭജനത്തിന്റെ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മറവിൽ സാധാരണക്കാരെ നിങ്ങൾ പറയുന്നല്ലേ ആരെയും മറയ്ക്കുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സേവനം ചെയ്യൂ. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കുഷ്ഠരോഗികളെ എടുത്ത് വളർത്തൂ. ഒരു കുഷ്ഠരോഗിയുടെ വ്രണം ചുംബിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ?
ഒരു കുഷ്ഠരോഗിയുടെ വ്രണം ചുംബിച്ച് അവനെ മതം മാറ്റാനുള്ള പരിപാടി ഉണ്ടല്ലോ, അത് നടക്കില്ല. മതം മാറ്റുന്നതല്ല, അവന്റെ അത് ചുംബിച്ചു കഴിഞ്ഞിട്ട് അവനെ ശുശ്രൂഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒരു മനുഷ്യനെ അവൻ രോഗിയാണെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടവനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും അവനെ മനുഷ്യനായി കാണുവാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് അവര് മനുഷ്യനല്ല, അവന് ക്രിസ്തു മാർഗത്തിൽ വന്നാലേ അവന് മനുഷ്യനാവുള്ളൂ. അവന് സ്വർഗ്ഗമില്ലല്ലോ. ക്രിസ്തു മാർഗം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മാർഗമാണ് മനുഷ്യ. ക്രിസ്തു മാർഗം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞത് നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്നും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നെ ഭർഷിക്കുന്ന നിങ്ങളെ സ്നേഹിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്. നിങ്ങളെ തന്നെ സ്നേഹിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളെ പോലെ ഇതുപോലെ ദുഷ്ടചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന, വിഭജനത്തിന്റെ ചിന്തകൾ സൂക്ഷിക്കുന്ന മനുഷ്യരെയും സ്നേഹിക്കണമെന്നാണ് ക്രിസ്തു മാർഗം പറയുന്നത്. അല്ല, അങ്ങനെ സ്നേഹിച്ചതാണ് നിങ്ങൾ ഗോവയില്. നിങ്ങൾ അങ്ങനെ സ്നേഹിച്ചതാണ് കുരിശുയുദ്ധങ്ങളിലൂടെ ലോകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തത്. കുരിശുയുദ്ധങ്ങൾ അങ്ങനെ നിങ്ങൾ സ്നേഹിച്ചതാണ് അല്ലേ? നിങ്ങൾ അങ്ങനെ സ്നേഹിച്ചത് തന്നെയാണ്. ഞങ്ങൾ സ്നേഹത്തിന്റെതാണ്. സ്നേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാത്രമേ ഞങ്ങൾ നടത്തുകയുള്ളൂ. നിങ്ങളുടെ ഉത്തരേന്ത്യയിൽ എത്ര കുരിശുദ്ധമാണ് നടത്തിയിരിക്കുന്നത്? എത്ര കുരിശുദ്ധമാണ് നടത്തിയിരിക്കുന്നത്? നിങ്ങളല്ലേ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളെ എത്ര കുരിശുകൾ നിങ്ങൾ തകർത്തു? എന്തേ നിങ്ങൾ കുരിശ് കാണുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നത്? കുരിശ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പൊള്ളുന്നത്? സ്ഥലം കൈയടക്കാൻ നിങ്ങളുടെ ശൂലം കാണുമ്പോൾ, കാഷായ വസ്ത്രം കാണുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ എന്താണ് നിങ്ങൾക്ക് കൊള്ളുന്നത്? നിങ്ങളുടെ അസഹിഷ്ണുത അത് നിലനിൽക്കുകയില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ അത് പറഞ്ഞു തുടങ്ങിയിരിക്കും. നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ആളുകൾ പോലും ഈ തിന്മ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആളുകൾക്ക് പോലും ഞങ്ങൾ സ്നേഹത്തിന്റെ സന്ദേശം പറഞ്ഞു തരും. താങ്കൾ തന്നെ മാനസാന്തരപ്പെടുമെന്നാണ് എന്റെ അഭിപ്രായം. താങ്കൾക്ക് തന്നെ വിവേകം ഉദിക്കുമ്പോൾ ഈ തിന്മയുടെ വെറുപ്പിന്റെ ചിന്താഗതികൾ ഉപേക്ഷിക്കണമെന്ന് താങ്കൾ ചിന്തിക്കുന്ന ദിവസം താങ്കൾക്ക് മാനസാന്തരം ഉണ്ടായെന്ന് ഞങ്ങൾ പറയും. എന്തായാലും മതപരിവർത്തന നിയമം കേരളത്തിലും നടപ്പിലാക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം, അല്ലേ ശ്രീ ആർ വി ബാബു? അതാണല്ലോ പാംപ്ലാനിക്കെതിരെ നിങ്ങൾ തിരിഞ്ഞിരിക്കുന്നത്. പാംപ്ലാനി 11 സംസ്ഥാനങ്ങളിൽ വേണ്ട എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ നടപ്പിലാക്കണമെന്നാണല്ലോ ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം. മനുഷ്യന്റെ മനസ്സിന്റെ പരിവർത്തനമാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, ശരി ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശരി, എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ തർക്കം വേണ്ട. മതപരിവർത്തന നിയമം അത് 11 സംസ്ഥാനങ്ങളിലും റദ്ദാക്കണമെന്നുള്ള മാർ ജോസഫ് പാംപ്ലാനിയുടെ നിലപാട്, അതേക്കുറിച്ച് അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞത് അതാണ് ഹിന്ദു ഐക്യവേദി ഇപ്പോൾ എതിർക്കുന്നത്. നടക്കുന്ന കാര്യമല്ല, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കണം പാംപ്ലാനി, ഇതാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. അതിനെതിരെയുള്ള പ്രതികരണമാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് കവിയിൽ നടത്തിയത്. മതപരിവർത്തന നിയമം റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് കത്തോലിക്ക സഭ തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദി ഫാദർ ഫിലിപ്പ് കവിയിൽ, ശ്രീ ആർ വി ബാബു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്ത.